നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് +2 റിസൾട്ട് നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നിങ്ങൾക്ക് മൊബൈൽ തന്നെ വേണമെന്നില്ല, ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലും ഇത്തരത്തിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് റിസൾട്ട് നോക്കാൻ സാധിക്കും. ഞാനിവിടെ മൊബൈലാണ് കാണിച്ചു തരുന്നത്. ഞാനിവിടെ ഈ മൊബൈലിൽ റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് കാണിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റിസൾട്ട് എടുത്ത് ചെക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഈ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് വന്നാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്തതെന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ കാണിച്ചു തരാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഇപ്പം ഞാൻ മൊബൈലാണ് കാണിക്കുന്നത്. അപ്പോൾ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രൗസറിൽ ഗൂഗിളിൽ ഇതുപോലെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്നത് അത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഒരു വെബ്സൈറ്റിലേക്ക് എത്താൻ സാധിക്കും. അപ്പം ഞാനിവിടെ സെർച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്: കേരള റിസൾട്ട്സ് .nic.in കേരള റിസൾട്ട്സ് .nic.in ഇങ്ങനെ സെർച്ച് ചെയ്യുക. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇത് വരും, കേരള എക്സാമിനേഷൻ റിസൾട്ട്. ഓക്കെ, പിന്നെ അതിൽ കേരള റിസൾട്ട്സ് .nic.in ഇത് വരും. ഇതാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇവിടെ ഒരുപാട് റിസൾട്ടിൻ്റെ ഇത് കിടപ്പുണ്ട്. നമുക്ക് +2ൻ്റെ റിസൾട്ടാണ് ഞാനിവിടെ നോക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നത്. ഇവിടെ ആദ്യം തന്നെ കിടപ്പുണ്ട് DHSC റിസൾട്ട്സ് 2024. ഓക്കെ, ഈ 2024 റിസൾട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത്. 2025 പബ്ലിഷ് ചെയ്തിട്ടില്ല. 2025 പബ്ലിഷ് ചെയ്ത ശേഷം ഇപ്പോൾ 10 മണിക്ക് ഞാൻ പറയാം, ജൂൺ 5-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്തതെന്ന് വെച്ചോ. അപ്പം ജൂൺ 5-ാം തീയതി 10 മണിക്ക് പബ്ലിഷ് ചെയ്യുന്നു. 10 മണി കഴിയുമ്പോൾ തന്നെ ഇതിനകത്തിൽ അപ്ഡേറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഈ സൈറ്റിൽ കയറി നോക്കുമ്പോൾ ആ ഒരു DHSC റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞൊരു പുതിയൊരു ഇത് വന്ന് കിടക്കും. അതിലാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ 2024 മാത്രമേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പം ഇത് ചെക്ക് ചെയ്യാനായിട്ട് പുതിയതായിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ആ ഒരു 2025 റിസൾട്ട് എന്ന് പറഞ്ഞ് ഇവിടെ DHSC റിസൾട്ട് 2025 എന്ന് പറഞ്ഞ് കിടക്കും. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പേജ് വരും. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ കിടക്കുന്നത് എക്സാമിനേഷൻ റിസൾട്ട് 2024 എന്നാണ് പറഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് 2025 എന്ന് പറഞ്ഞ് വരും. പുതിയതായിട്ട് റിസൾട്ട് വരുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇവിടുന്ന് റോൾ നമ്പർ അടിക്കുക. റോൾ നമ്പറൊക്കെ അടിക്കുമ്പോൾ തെറ്റാതെ അടിക്കണം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് 3 കോളം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കാം. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുമ്പോൾ ഇതിനകത്തിൽ DD MM YY ഫോർമാറ്റ് ആയിരിക്കും. അതായത് ഡേറ്റ്, മന്ത്, ഇയർ. ഇപ്പം ഡേറ്റ് വരുന്നത് 1-ാം തീയതി ആണെങ്കിൽ 01 അടിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ കോളത്തിൽ ജനുവരി മാസമാണെങ്കിൽ അല്ലെങ്കിൽ ഫെബ്രുവരി മാസമാണെങ്കിൽ 2-ാം മാസം ഇങ്ങനെ 02 അടിക്കുക. പിന്നെ നിങ്ങളുടെ ആ ഒരു വർഷം കൂടെ അടിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്ന. ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തൊക്കെ കറക്റ്റായിട്ട് അടിക്കണം. റോൾ നമ്പറും കറക്റ്റായിട്ട് അടിക്കണം. ഇവിടുന്ന് ചെക്ക് ചെയ്യുക. ശേഷം ഇവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളുടെ റിസൾട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.